നമസ്കാരം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുടുംബമാണ് നടിയും അവതാരകയുമായ യൂട്യൂബറുമെല്ലാമായ പേളി മാണിയുടേത്. പേളിയെപ്പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് താരത്തിന്റെ ഭർത്താവ് ശ്രീനിഷും രണ്ട് പെൺമക്കളും. തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പേളി. ഇരുവരുടെയും പ്രണയം ബിഗ് ബോസിൽ വെച്ചാണ് മുട്ടിട്ടത്. തുടക്കത്തിൽ പലരും ഇവരുടെ പ്രണയം മത്സരത്തിൽ വിജയിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയത്. അതുകൊണ്ട് വർഷങ്ങളായി പേളിയെ അടുത്തറിയാവുന്ന സഹമത്സരാർത്ഥികളായ സുഹൃത്തുക്കൾ പോലും പേളിയെ പരിഹസിച്ചിരുന്നു. എന്നാൽ തങ്ങളുടേത് വെറും ഗെയിമിന് വേണ്ടിയുള്ള പ്രണയമായിരുന്നില്ലെന്ന് ഇരുവരും പിന്നീട് വിവാഹ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഇന്ന് ഇരുവരുടെയും പ്രണയവും സ്നേഹവും എല്ലാം മാതൃകയാക്കാനാണ് ആരാധകർ പറയാറുള്ളത്. ഒരു സാധാ അവതാരകയിൽ നിന്നും ബോളിവുഡ് നടിയായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന യൂട്യൂബറായും നിലകൊള്ളുന്ന പേളി മിക്കവർക്കും മാതൃക തന്നെയാണ്. ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. 2025 തുടക്കം ഏറ്റവും മികച്ചതായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും എന്നെ ശക്തയാക്കുന്നു. 2 കുട്ടികളുടെ അമ്മ ആയിരിക്കുമ്പോൾ ജോലിയും കരിയറും കുടുംബവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ രണ്ടിനോടുമുള്ള എന്റെ അഭിനിവേശം ശ്രീനിക്കും എനിക്കും രണ്ടും പിന്തുടരാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നു. എപ്പോഴും എന്നെ പിന്തുണയ്ക്കുന്നതിനും എന്റെ അരികിലായിരിക്കുന്നതിനും നന്ദി. മലയാളികളുടെ ശക്തിയാണ് ഇതിൽ കാണുന്നത്. കാരണം എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും മലയാളം പ്രധാന ഭാഷയായി ഞങ്ങൾ മികച്ച 10 പേരുടെ ലിസ്റ്റിൽ ഇടം നേടി. അതെ, ഞങ്ങൾ അത് വീണ്ടും ചെയ്തു. അടുത്ത തവണ എന്റെയും ശ്രീനിയുടെയും ഒരുമിച്ചുള്ള ചിത്രം ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഭർത്താവ് ശ്രീനിഷിനുള്ള എന്റെ വാലന്റൈൻസ് ഡേ സമ്മാനമായി ഇതിനകം ഉണ്ട് എന്നുമാണ് പേളി പറയുന്നത്. പേളിയുടെ പോസ്റ്റിന് താഴെ "നീ പൊളിയല്ലേടാ, നിന്നെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു" എന്ന കമന്റുമായിട്ടാണ് ശ്രീനിഷ് എത്തിയിരിക്കുന്നത്. അത് എന്റേത് മാത്രമല്ല, നമ്മൾ രണ്ടാളുടേതുമാണ്. നമ്മൾ ഒരു ടീമല്ലേ എന്ന് പേളി മറുപടിയായി പറയുന്നു. ശ്രീനിഷിനും പേളിക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആരാധകരും. അഭിനയം, സംവിധാനം, അവതാരക, ഗായിക തുടങ്ങിയ പേളി തിളങ്ങാത്ത മേഖലകൾ കുറവാണ്. അവതാരക റോളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു പേളി. ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു. അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പേളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒരു ചാനൽ ഷോയ്ക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്ന് അറിഞ്ഞ് അവതാരക പിന്മാറിയെന്നാണ് അടുത്തിടെ മറീന പറഞ്ഞത്. പേളിയെ പോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത്. പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മറീന പറഞ്ഞിരുന്നു. മറീനയെ വിളിച്ച് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ലെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിൽ പേളി വ്യക്തമാക്കിയിരുന്നു. 2017 ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു. ആ വിഷയം ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പാതി വഴിയിൽ നിർത്താൻ എന്നെ നിർബന്ധിതയാക്കുകയായിരുന്നു. എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂളിലും മാറ്റമുണ്ടായെന്നും പേളി പറയുന്നു. ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന തീരുമാനം അവതാരകർക്കില്ല. അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഷോ പ്രൊഡ്യൂസറാണ് എന്നുമാണ് പേളി പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.